നമ്മൾ ഇന്ന് CMA ഇന്ററിലെ ഗ്രൂപ്പ് 2-ലെ FM-ലെ മൊഡ്യൂൾ 7 അതിൽ 7.2 ലിവറേജ് അനാലിസിസ് ആൻഡ് EBIT EPS അനാലിസിസ് ആ ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ ലിവറേജ് അനാലിസിസിന്റെ മീനിങ്. ലിവറേജ് അനാലിസിസ് ഉദ്ദേശിക്കുന്നത് ഈ ടേം ആക്ച്വലി വന്നത് ഫിസിക്സിൽ നിന്നാണ്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കൺസെപ്റ്റ് പറയുന്നത് ലിവർ യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ലൈക്ക് എന്തിനാണ് ലിവർ യൂസ് ചെയ്യുന്നത്? ലിവർ നമ്മൾ ഈ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ലിവർ ഉപയോഗിക്കും. കാരണം അതിൻ്റെ ഉപയോഗം എന്താ? നമ്മൾ ചെറുതായിട്ടൊരു ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൂടുതൽ റിസൾട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്നാണ് ഈ ഒരു ടേം ഡിറൈവ് ചെയ്തത്. പക്ഷെ നമ്മളിവിടെ അതല്ല, നമ്മൾ ഫിനാൻഷ്യൽ ടേംസിൽ ഇവിടെ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രോഫിറ്റിൽ, അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ് ഇൻകം ആവാം, അതിലെങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാം, വർദ്ധിപ്പിക്കാം എന്നതാണ് നമ്മൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റ്. അത് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ആവാം. ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആവാം. സോ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ മാഗ്നിഫൈ ചെയ്യാം, അതാണ് ഈ ലിവറേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് തരം ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഒന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആവാം. ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ എങ്ങനെ മാഗ്നിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്, അത് ഇൻട്രസ്റ്റ്, ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ഫൈനൽ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഏണിംഗ് പെർ ഷെയറിനെ മാഗ്നിഫൈ ചെയ്യാം. ഇതും രണ്ടുമാണ്. അപ്പൊ ശരിക്കും 3 തരത്തിലുള്ള ലിവറേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പഠിക്കുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകം, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ EBIT നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡെപ്റ്റ്, ഫിക്സഡ് ഡെപ്റ്റുകൾ യൂസ് ചെയ്ത്, ഫിക്സഡ് ഇൻട്രസ്റ്റ് ഡെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കമ്പനിയുടെ നെറ്റ് ഇൻകത്തിനെ മാഗ്നിഫൈ ചെയ്യാം. അത് ഫിനാൻഷ്യൽ ലിവറേജ്. 3 കമ്പൈൻഡ് ലിവറേജ്. അത് ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജും കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജും ഉണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ ലിവറേജ്, അതായത് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഫിക്സഡ് കോസ്റ്റുകളെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ നെറ്റ് ഇൻകത്തിനെ നമുക്ക് എങ്ങനെ മാഗ്നിഫൈ ചെയ്യാം, വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിക്സഡ് കോസ്റ്റ് കൂടും തോറും ലിവറേജ് കൂടിയെന്ന് പറയാം. അത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ലിവറേജ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് കൂടും തോറും എന്തുകൂടി, നമ്മളുടെ ലിവറേജ് കൂടി എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണമാണോ, അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? രണ്ടും വരാം. കാരണം ഫിക്സഡ് കോസ്റ്റ് കൂടിയാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് കൂടിയാൽ എന്ത് കൂടുന്നില്ല, ഫിക്സഡ് കോസ്റ്റ് കൂടുന്നില്ല. സോ എ സ്മോൾ ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട് എ ഹ്യൂജ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം ഓർ നെറ്റ് ഇൻകം. പക്ഷെ നെഗറ്റീവ് എന്താണ്? നേരെ തിരിച്ചാണ്. സെയിൽസ് കുറഞ്ഞാൽ എന്ത് കുറയുന്നില്ല, ഫിക്സഡ് കോസ്റ്റ് കുറയുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ചെറുതായി സെയിൽസ് കുറഞ്ഞാൽ പോലും നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകവും അതുപോലെ നെറ്റ് ഇൻകവും കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ് കൂടും തോറും ലിവറേജ് കൂടുമെന്ന് പറയാം. ലിവറേജ് കൂടിയാൽ റിസ്കുമാണ്, എന്നാൽ റിട്ടേണും കൂടുതലായിരിക്കും. കാരണം എന്താ, സെയിൽസ് കൂടുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആണ്. കാരണം എ സ്മോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് എ ഹ്യൂജ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം ഓർ നെറ്റ് ഇൻകം. നേരെ തിരിച്ചു. ഓക്കെ, അപ്പൊ എന്താ നോക്കാം. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. പേജ് നമ്പർ വരുന്നത് 499 ആണ്. 499. സോ ഇതിനകത്ത് പറയുന്നത് നോക്കാം. ഓക്കെ, ലിവറേജ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഫേംസ് എബിലിറ്റി ടു ഫിക്സഡ് കോസ്റ്റ് അസെറ്റ് ഓർ ഫണ്ട്സ്. കണ്ടോ? അപ്പൊ അത് പറയുന്നത് എന്താ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫണ്ട്, അതായത് ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ആവാം. ടു മാഗ്നിഫൈ ദ റിട്ടേൺ ടു ഓണേഴ്സ്. കണ്ടോ? നമ്മുടെ റിട്ടേൺ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം. അതെന്താ, അത് EBIT ആവാം, ഓപ്പറേറ്റിംഗ് ഇൻകം ആവാം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഇൻകം ആവാം. ഓക്കെ,
ഇത് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ലിവറേജ് നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? അത് ഒരുപാട് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു, നമ്മൾ ലൈക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി പഠിച്ചു. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫൈനാൻസിന്റെ കോമ്പിനേഷൻസ് ആണ്. അതായത് ഒരു കമ്പനി ഒരിക്കലും 100% ഡെപ്റ്റോ ഇക്വിറ്റിയോ പ്രിഫറൻസ് ഷെയർ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ദർ വിൽ ഓൾവേസ് ബി എ കോമ്പിനേഷൻ ഓഫ് ദീസ് സോഴ്സസ്. സോ ഡെപ്റ്റ് ഉണ്ടാവാം, പ്രിഫറൻസ് ഉണ്ടാവാം, ഇക്വിറ്റി ഉണ്ടാവാം. അതൊരിക്കലും എന്തല്ല, അതൊരിക്കലും 1:1:1 അല്ല. അതായത് ഇപ്പോൾ 100 rupees ഉണ്ടെങ്കിൽ അതിൽ 1/3 ഡെറ്റോ 1/3 പ്രിഫറൻസോ 1/3 ഇക്വിറ്റി ആയിരിക്കില്ല. അതിന് ചില പ്രപ്പോർഷൻ ഉണ്ട്. അതിൽ ഇപ്പോൾ 50-30-20 ആവാം, 25-75 അല്ലെങ്കിൽ 25-25-50 അങ്ങനെ ആവാം. സോ അതെല്ലാം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ പഠിച്ചു. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അത് റിലവന്റ് ആണോ, അതെല്ലാം നമ്മൾ അവിടെ പഠിച്ചു. അപ്പൊ അത് തീരുമാനിക്കൽ ഇവിടെ ഇത് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ, ഡെപ്റ്റ് കൂടുന്തോറും നമ്മൾ ലിവറേജ് കൂടുന്ന ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ അത് ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിവറേജ് നോക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് പറയുന്നത്, ലിവറേജ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടെക്നിക് ഇൻ ഡിസൈഡിങ് ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ലിവറേജ് കൺസിഡർ ചെയ്യണം. ദെൻ ലിവറേജ് ഈസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ ഇൻ ടേക്കിംഗ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ if contribution in a firm is not able to meet the fixed operating cost, then business will suffer loss. ഉണ്ടോ? അപ്പൊ അടുത്തത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ അവിടെ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം എന്താ, നമ്മൾ ഇപ്പോ സപ്പോസ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ പോലും നമ്മുടെ കയ്യിൽ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ, അല്ലെ, നമുക്കറിയാം കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് നമുക്കറിയാം. സോ സപ്പോസ് ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് പറ്റും, നമുക്ക് നെഗറ്റീവ് ആവും, ലോസ് ആവും. അപ്പൊ അവിടെ ഉണ്ടാവും ലിവറേജ്, നമ്മൾ അത് നോക്കണം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻകം ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയിപ്പോ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, പക്ഷെ ഓപ്പറേറ്റിംഗ് ഇൻകം EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ EBT. അപ്പൊ EBITനേക്കാൾ കൂടുതലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അപ്പോൾ EBT നെഗറ്റീവ് ആവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ അപ്പൊ കണ്ടോ. സോ അങ്ങനെയുള്ള സമയങ്ങളെല്ലാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കും. അതൊരു പ്രൊജക്ട് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോഴെല്ലാം അവിടെയും നമ്മൾ ഈ ലിവറേജ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഡെപ്റ്റ് എത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റുകൾ എത്രത്തോളം വേണമെന്ന് അവിടെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ലിവറേജ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ അസസിങ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ഫേം. അതുപോലെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലിവറേജ് കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ കൂടുതൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിക്കണോ, കൂടുതൽ ഫിക്സഡ് ഡെപ്റ്റ് ഉപയോഗിക്കണോ, അതെല്ലാം നമ്മൾ നമ്മുടെ കമ്പനിയുടെ പലതരം റിസ്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അത് നോക്കുമ്പോഴും നമ്മൾ ഈ ലിവറേജ് കൺസിഡർ ചെയ്യണം. ഉണ്ടോ? സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ ബിസിനസ് റിസ്ക്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിസിനസ് റിസ്ക് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പറയാം. സോ കമ്പൈൻ ലിവറേജിൽ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യും. അതായത് നമ്മുടെ ബിസിനസ് റിസ്ക്കും കൺസിഡർ ചെയ്യും, അതുപോലെ ഫിനാൻഷ്യൽ റിസ്ക്കും കൺസിഡർ ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ലിവറേജ് ആണ് ഉള്ളത്. 1 ഓപ്പറേറ്റിംഗ് ലിവറേജ്, 2 ഫിനാൻഷ്യൽ ലിവറേജ്, 3 ഇത് രണ്ടും കൂടി ഉള്ളത് ദാറ്റ് ഈസ് കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റുകളാണ്. കമ്പൈൻ ലിവറേജിൽ ഇത് നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യും. അതായത് എല്ലാ ഫിക്സഡ് കോസ്റ്റുകളും, അത് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകളാവാം, അത് അല്ല ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റുകളാവാം. ഓക്കെ, ഇനി ഓരോ നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കാം. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സെയിൽസ് അല്ലെ, നമ്മൾ ആദ്യം നമ്മളുടെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഓക്കെ, മൈനസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്ത് പറയാം, EBIT അല്ലെ. ഇത് നമ്മൾ സോ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകൾ. അതായത് അതർ ദാൻ ഡെപ്റ്റ്. ഡെപ്റ്റിന്റെ നമ്മൾ പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകൾ, അതായത് നമ്മുടെ അസറ്റുമായിട്ട് റിലേറ്റഡ് സാലറിയോ റെന്റോ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമുക്ക് EBIT കിട്ടും. അതിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ്. എന്താണ് ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ്? നമ്മൾ ഡെപ്റ്റിൽ നിന്ന് ഡെപ്റ്റ് റേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടതാണ് ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ്. അതായത് എന്താണ് വരുന്നത്, നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, EBT ഏർണിങ്സ് ബിഫോർ ടാക്സ്. അതിന് എന്ത് പറയും, അതിൽ നമ്മൾ ടാക്സ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് PAT കിട്ടും. ദെൻ നമുക്ക് നമ്പർ ഓഫ്
ഇക്വിറ്റി ഷെയർസ്. ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം പ്രിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ PAT എന്ന് പറയുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, സോ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് EPS കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കോമൺ ഫോർമാറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. സോ ഇതെന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെയിൽസ് ഞാനൊരു 1 lakh ആയിട്ട് അസ്യൂം ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് അറ്റ് ഒരു 60% എടുക്കാം. സോ ദാറ്റ് വിൽ കം അറൌണ്ട് 60,000 വരും. നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്കൊരു 20,000 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ EBIT, നമ്മുടെ EBIT എന്ന് പറയുന്നത് ബാക്കി 20,000 വരും. ഇൻട്രസ്റ്റ് നമുക്കൊരു 10,000 ആയിട്ട് എടുക്കാം. ഇൻട്രസ്റ്റ് ഒരു 10,000. സോ EBT എന്ന് പറയുന്നത് 20,000 മൈനസ് 10,000 ഈക്വൽ ടു 10,000. ടാക്സ് നമുക്കൊരു 50% ഇടാം. ടാക്സ് 50%. സോ 5,000 ടാക്സ് വരും. PAT ബാലൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 10,000 മൈനസ് 5,000 നമുക്കൊരു 1,000 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. 1,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. സോ നമ്മുടെ EPS എന്ന് പറയുന്നത് 5,000 ഡിവൈഡ് ബൈ 1,000 ഈക്വൽ ടു 5 rupees 5 പെർ ഷെയർ. സോ ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. ഇനിയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഈ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെയും അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ് ഇൻകത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം, അതായത് EBIT ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം. ഈ ഓപ്പറേറ്റിംഗ് ഇൻകം സെയിൽസും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കാം അല്ലേ. സപ്പോസ് നോക്കിയേ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 50% ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു 50% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് 1,50,000 ആയിട്ട് കൂടി. ഓക്കെ, സോ അതിന്റെ 60% ആയിരിക്കും നമ്മളുടെ വേരിയബിൾ കോസ്റ്റ്. അതായത് എത്ര വരും, 90,000 വരും. ബാലൻസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60,000 ആണ്. ഓക്കെ, സോ അതിൽ നിന്ന് ഉണ്ടോ, പക്ഷെ ഇവിടെ എന്താ, നമ്മുടെ സെയിൽസ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കൂടുന്നുണ്ടോ? അത് കൂടില്ല. കാരണം അതെന്താ, അത് സെയിം തന്നെയായിരിക്കും. നമുക്കറിയാലോ, വാട്ട് എവർ ബി ദ സെയിൽസ് ലെവൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തറിയാം, നമുക്ക് 20,000 ചേഞ്ച് ചെയ്യുന്നില്ല എന്നറിയാം. സോ നമ്മുടെ EBIT എത്രയായിട്ട് കുറഞ്ഞു എന്ന് നോക്കി. EBIT എന്ന് പറയുന്നത് കുറയല്ല, 60,000 മൈനസ് 20,000 ഈക്വൽ ടു എത്രയായി, 40,000 ആയി. ഓക്കെ, നമ്മൾ സെയിൽസ് ഇൻക്രീസ് ചെയ്ത 50%. 1 lakh എന്നുള്ളത് 50% കൂടിയിട്ട് 1,50,000 ആയി. പക്ഷെ ഇവിടെ നോക്കിയേ, EBIT എന്തായി, EBIT അങ്ങനെയാണെങ്കിൽ 50% അല്ലേ കൂടണ്ടേ അല്ലെ. അപ്പൊ 30,000 അല്ലേ വരണ്ടേ. പക്ഷെ ഇവിടെ എത്ര, 40,000 ആയി. അത് എത്ര % ഇൻക്രീസ് ചെയ്തു നോക്കിയേ. ദർ ഈസ് എ ചേഞ്ച് ഓഫ് 100% അല്ലെ. 100% കൂടി. 20,000 നേരെ ഇരട്ടിയായി 40,000. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് നമ്മൾ ലിവറേജിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ ഇത് വരാൻ കാരണം നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന്റെ ആ ഒരു എമൗണ്ട് ഇവിടെ വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്. അതായത് എന്താണ്, 50% ചേഞ്ച് ഇൻ സെയിൽസിൽ വന്നപ്പോൾ 100% നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBIT നമുക്ക് ഇൻക്രീസ് ആയി. സോ നമുക്ക് പറയാം, ഈ ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് there will be a disproportionate relation between സെയിൽസ് ആൻഡ് EBIT, അല്ലെങ്കിൽ സെയിൽസും EBIT തമ്മിൽ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. സോ ഇതിനെ അനലൈസ് ചെയ്യുന്നതാണ്, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പൊ ഇത് കൊണ്ട് 2 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലായി എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. സിമ്പിൾ ആണ്, നോട്ട് ചെയ്തോ, വേറെ ഒന്നുമല്ല. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ. അതായത് സെയിൽസ് ചേഞ്ച് ചെയ്താൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം. അതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. എന്തുകൊണ്ടാണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് വരാം. ഇത് നേരെ തിരിച്ച് സംഭവിക്കട്ടെ. നേരെ തിരിച്ച് സംഭവിക്കും. ഇപ്പൊ നമുക്കൊരു 50% ഒന്ന് ഡിക്രീസ് ചെയ്ത് നോക്കാം. 50% നമുക്ക് ഡിക്രീസ് ചെയ്തു. സെയിൽസ് നമുക്ക് എന്ത് പറ്റി, 50% ഡിക്രീസ് ചെയ്തു. അതായത് 1 lakh എന്നുള്ളത് നമ്മൾ 50,000 ആയിട്ട് കുറച്ചു. ഓക്കെ, 50,000. അപ്പൊ നമുക്ക് അതിന്റെ
60% അല്ലേ, അപ്പോൾ എത്ര വരും? 30,000 വരും. 30,000 ആയിരിക്കും നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. സോ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20,000 ആയിരിക്കും. അതിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് വരുന്നില്ല, നമുക്കറിയാം സെയിം ആണ്. സോ 20,000 ആണ്. സോ EBIT എന്ത് പറ്റി നോക്കി, EBIT 0 ആയി മാറി ഉണ്ടോ? അതായത് എന്താ, എ 50% ഡിക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട് 100% ഡിക്രീസ് ഇൻ EBIT ഉണ്ടോ? സോ ഇതാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും വരുന്നത്. സെയിൽസും EBITയും തമ്മിൽ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പഠിക്കുന്നത് ഉണ്ടോ? ഓക്കെ, നോക്കാം. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജ് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സെയിൽസ് ആൻഡ് ചേഞ്ച് ഇൻ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെയിൽസും ഓപ്പറേറ്റിംഗ് ഇൻകം, ദാറ്റ് മീൻസ് EBITയും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നതാണ് എന്ത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. Thus, the operating leverage has an impact mainly on fixed cost. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് അതിന്റെ റീസൺ? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ്. ടു വേരി on variable cost and contribution. Of course, there will be no operating leverage if there are no fixed cost. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിക്സഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫിക്സഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല എന്ന് പറയാം? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ല എന്ന് പറയാം. പിന്നെ ഇതിന് തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, ആദ്യത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ സെന്റൻസ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ദ ടെൻഡൻസി ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അത് ദാറ്റ് ഇസ് EBIT, ടു വേരി ഡിസ്പ്രപ്പോർഷനേറ്റ്ലി. അതപ്പോൾ നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നു, പ്രപ്പോർഷനേറ്റ് ആയിട്ടല്ല ചേഞ്ച് ചെയ്തത്. 50% ഇൻക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട് 100% ഇൻക്രീസ് ഇൻ EBIT. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, operating leverage is the tendency of operating profit to vary disproportionately with the sales. And it is said to exist എന്തുകൊണ്ട്, when a firm has to pay fixed cost regardless of volume of output or sales. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് EBITനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രപ്പോർഷനിലായിരിക്കും. അതിന്റെ റീസൺ എന്താണ്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നത് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ്. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇല്ലെങ്കിൽ എന്തില്ല എന്ന് പറയാം? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ല എന്ന് പറയാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ലെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല എന്ന് പറയാം. റിസ്ക് ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുക. ദെൻ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊണ്ടോ വന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്താണ് ഡീമെറിറ്റ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. കാരണം എന്താ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്തോറും, ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടാൻ എന്താ കാരണം? ഫിക്സഡ് കോസ്റ്റ് കൂടുന്തോറും ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടും. ഇപ്പൊ സപ്പോസ് ഇവിടെ നമുക്കൊരു 30,000 ആക്കാം, നമ്മുടെ 30,000 ആക്കാം. 20,000 വരെ 30,000 ആക്കാം. 30,000 എന്ന് പറയുമ്പോൾ നമ്മുടെ EBIT എന്ന് പറയുന്നത് എത്രയാ? EBIT എന്ന് പറഞ്ഞാൽ 10,000 ആണ്. EBIT എന്ന് പറഞ്ഞാൽ 10,000. 30,000 മൈനസ് 40,000 മൈനസ് 30,000 ഈക്വൽ ടു 10,000 അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും ലിവറേജ് കൂടി എന്ന് പറയാം. അതെങ്ങനെയാന്ന് നോക്കോട്ടോ. അപ്പൊ സെയിൽസ് ഞാൻ എന്ത് ചെയ്തു? സെയിൽസ് 60,000 ആണ്. 60,000 എത്രയായി? ഇത് 30,000 ആയി. നമ്മുടെ 30,000. അതായത് കോൺട്രിബ്യൂഷൻ 60 ആണ്, ഫിക്സഡ് കോസ്റ്റ് 30 ആണ്. അപ്പൊ EBIT എത്രയാന്ന് നോക്കി? EBIT എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 60,000 മൈനസ് 30,000 ഈക്വൽ ടു 30,000 ആയി. നോക്കിയേ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം? 10,000 എന്നുള്ളത് 30,000 ആയി. അതായത് 20,000 ഇൻക്രീസ് ചെയ്തു. 20,000 എന്ന് പറഞ്ഞാൽ 200% ഇൻക്രീസ് ചെയ്തു കണ്ടോ? അപ്പൊ ഈ ഒരു കേസിൽ നോക്കിയേ, only 50% ഇൻക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട് 200% ഇൻക്രീസ് ഇൻ EBIT കണ്ടോ? അതുകൊണ്ടാണ്, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ആയി. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ ലിവറേജ് ഇല്ല എന്ന് പറയാം. ഇനി ഫിക്സഡ് കോസ്റ്റ് കൂടുന്തോറും എന്ത് കൂടും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് കൂടുന്തോറും ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടും എന്നും നമുക്ക് അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ പറയാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടിയാൽ എന്താണ് പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്, എ സ്മോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട് എ ഹ്യൂജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT. ഇവിടെ തന്നെ നമ്മൾ കണ്ടു, നേരത്തെ ഈ ഫിക്സഡ് കോസ്റ്റ് കുറവായിരുന്നു, അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കുറവായിരുന്നു. സോ 50% ഇൻക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട് only 100% ഇൻക്രീസ് ഇൻ EBIT. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് കൂടിയിട്ടുണ്ട്? ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടിയിട്ടുണ്ട്.
സോ എന്ത് സംഭവിച്ചു? 50% ഇൻക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട്, 200% ഇൻക്രീസ് ഇൻ EBIT. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ്. അപ്പൊ ഇത് എങ്ങനെ കാൽക്കുലേറ്റ്? അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് കൂടി എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ കൂടിയെന്ന് മനസ്സിലായി? ഇപ്പൊ നേരത്തെ 20,000 ആയിരുന്നു, അപ്പൊ ഇത്രയാണ് ലിവറേജ്. 30,000 ആകുമ്പോൾ ഉറപ്പായിട്ട് ഇത് കൂടുന്നു ഞാൻ പറഞ്ഞു. 40,000 ഇനിയും കൂടുന്നത് നമുക്കറിയാം. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും കണ്ടോ? അപ്പൊ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞത്, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്താണ്, ഫിക്സഡ് കോസ്റ്റ് കൂടിയ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്ന ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഫിക്സഡ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിലേക്ക് തന്നെ വരാം. 20,000 തന്നെ ആക്കാം. 20,000 തന്നെ ആക്കാം. സോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 40,000. ഇവിടെ എത്രയായിരുന്നു? 20,000 കേട്ടോ. 20,000 അപ്പൊ 100% ആണ് ചേഞ്ച് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ 20,000 ആയിരുന്നു നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ 50% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്, 100% ഇൻക്രീസ് ഇൻ EBIT. സോ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ 2 മെത്തേഡാണ് ഉള്ളത്. നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT divided by percentage change in sales. കണ്ടോ? അപ്പൊ എത്രയാ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT? എത്രയത് ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്ന് പറഞ്ഞാൽ 100%. 100% ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എത്രയാ? 50%. 50%. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്താ 2ന്റെ മീനിങ്. എന്താ 2ന്റെ മീനിങ്? ഇതാണ് 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്, 2% ചേഞ്ച് ഇൻ സെയിൽസ്. കണ്ടോ? ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര ഈസിയാണ്. 2 ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്, 2% ചേഞ്ച് ഇൻ EBIT. അപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. 50% സെയിൽസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇൻറ്റു 2, 100% എന്ത് ചേഞ്ച് ചെയ്തു? EBIT ചേഞ്ച് ചെയ്തു അല്ലെ? അപ്പൊ 3 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജ് 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്, 3% ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ EBIT. ഓക്കെ, 4 ആണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1% ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സെയിൽസ് റിസൾട്ട്, 4%. അപ്പോൾ നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും. അതായത് ഇപ്പൊ 10% ആണ് ഇപ്പൊ ഇതിന്റെ കേസിൽ തന്നെ ഉണ്ടോ? ഇപ്പൊ സപ്പോസ് ഇവിടെ ഇപ്പോ 2 അല്ലേ? അപ്പൊ 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് എന്താ? 1% ഇപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പൊ 50 നമ്മൾ ഓൾറെഡി ചെയ്തു. നമുക്ക് വെറുതെ ഒരു 10% ഒന്ന് ചേഞ്ച് നോക്കാം. 10% സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ 20% EBIT ചേഞ്ച് ചെയ്യും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് ആൻസർ ഇപ്പൊ നമുക്ക് അപ്പോഴേ അറിയാലോ. 20% എന്ന് പറയാൻ എത്രയാ? 20 20,000 20% എന്ന് പറഞ്ഞാൽ 4,000 വരും. അപ്പൊ നമ്മുടെ EBIT എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഉറപ്പായിട്ടും 24,000 ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ 10% ആണ് ഞാൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. സോ 1,10,000 ആയിരിക്കും. 1,10,000. അതിന്റെ 60% വേരിയബിൾ കോസ്റ്റ്. 1,10,000 60%. അതായത് 66,000 നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരും. 66,000 വേരിയബിൾ കോസ്റ്റ് മൈനസ് 1,10,000 ഈക്വൽ ടു 44,000 നമുക്ക് എന്ത് വരും? കോൺട്രിബ്യൂഷൻ വരും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? എത്രയാ വരിക? 20,000. നോക്കിയേ, EBIT നോക്കിയേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അല്ലേ? 24,000 അല്ലേ? അപ്പൊ ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? 1% അല്ലെങ്കിൽ 10% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്, അതിന്റെ ഇരട്ടി, അതായത് 20% ഇൻക്രീസ് ഇൻ EBIT. ഉണ്ടോ? അപ്പൊ ഇത് കാണാൻ ഇപ്പൊ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ നമുക്ക് ഈ 2 ചെയ്താലല്ലേ, 2 തന്നാലല്ലേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അത് നോക്കിക്കോ. അത് രണ്ടാമത്തെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു എന്താണ്? കോൺട്രിബ്യൂഷൻ
divided by EBIT. Contribution divided by EBIT. Check it. Contribution 40,000. Contribution 40,000. Divided by EBIT 20,000. Okay. Equal to and then 2. Okay. Now, this is two use cheyyam. Normally, ഒരു സിംഗിൾ ഡാറ്റ ആണല്ലോ തരിക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ടാമത് പറഞ്ഞത് യൂസ് ചെയ്യാണ് നമുക്ക് എളുപ്പം. ഓക്കെ, നോക്കോ. അപ്പൊ അതാണ് ഇനി ബാക്കി പറയുന്നത്. ശ്രദ്ധിച്ചോ. ഇതൊന്നെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ബൈ EBIT യൂസ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ബൈ EBIT യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് കേട്ടോ, പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇത് രണ്ടുമാണ്. പക്ഷെ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് രണ്ടും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. നമുക്ക് പ്രോബ്ലം നമുക്ക് എല്ലാം ചെയ്തിട്ട് ചെയ്യാം. അടുത്ത രണ്ട് ഇക്വേഷനോട് പറഞ്ഞാൽ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ പ്രോബ്ലം ചെയ്തിട്ട് പോവാം. ഈ ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇത് കാൽക്കുലേറ്റിംഗ് ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫോർ each of the 4 firms A, B, C, D from the following price and cost data. What conclusion can you draw with respect to level of fixed cost and degree of operating leverage? Explain. Assume number of units sold 5,000. അപ്പോൾ ഞാൻ A ചെയ്യാം, B നിങ്ങൾ ചെയ്യണം. B, C, D ഒക്കെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ A സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ നമ്മളുടെ EBIT. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിലേക്ക് തന്നെ എഴുതാം. കേസ് A ഞാൻ ഇതിലേക്ക് തന്നെ എഴുതാം. സെയിൽസ് എത്രയാ? 5,000 ഇൻറ്റു 20. 5,000 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 1 lakh. ഓക്കെ, അതിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6 രൂപയാണ്. അപ്പോൾ നമ്മൾ 5,000 ഇൻറ്റു 6, അപ്പോൾ 30,000 വരും. 30,000 ബാക്കി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 70,000 വരും. ഫിക്സഡ് കോസ്റ്റ് ഇതേ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 80,000 ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ 80,000. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? നമ്മുടെ EBIT എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലോസ് വരും. EBIT എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസ് ആണ് അല്ലെ. അപ്പോഴും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. സെയിം ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. എന്താണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലെ. കോൺട്രിബ്യൂഷൻ എത്രയാ? 70,000 ഡിവൈഡഡ് ബൈ EBIT എന്ന് പറയുമ്പോൾ 10,000 ആണ്. അപ്പൊ നമ്മൾ എത്ര വരും? 7. കണ്ടോ? അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? 7 എന്ന് പറഞ്ഞാൽ എന്താ? 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട് 7 ടൈംസ് ചേഞ്ച് ഇൻ, അല്ലെങ്കിൽ 7% ചേഞ്ച് ഇൻ EBIT. അപ്പൊ ഒരു 10% നമ്മുടെ സെയിൽസ് കൂടുന്നതെങ്കിൽ 70% നമ്മുടെ EBIT ഇൻക്രീസ് ആവും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതുണ്ടോ? രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തേല് നമ്മുടെ ലൈക്ക് എന്താണ്, 1,60,000 ആണ് റവന്യൂ അല്ലെ. 1,60,000 മൈനസ് 80,000 ആണ് വേരിയബിൾ കോസ്റ്റ്. 80 ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT 40,000. അപ്പോൾ 2 ആണ് അതിന്റെ, ബിയുടെ 2 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട് 2% ചേഞ്ച് ഇൻ EBIT. മൂന്നാമത്തെ സിയുടെ നോക്കാം. സിയുടെ 2,50,000 ആണ് സെയിൽസ്, മൈനസ് വേരിയബിൾ കോസ്റ്റ് 1 lakh ആണ്, കോൺട്രിബ്യൂഷൻ 1,50,000 ആണ്, ഡിവൈഡഡ് ബൈ 50,000 ആണ്. 3 ആണ് ലിവറേജ്. എന്താ മീനിങ്? 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്, 3% ചേഞ്ച് ഇൻ EBIT. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു അവിടെ എന്തില്ല? ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജും കൂടെ നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റുകളാണ്, അതായത് ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് അവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ, അതായത് EBIT-നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ അതല്ല, നമ്മുടെ ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ്, അത് ഇൻട്രസ്റ്റ് എങ്ങനെ നമ്മുടെ നെറ്റ് ഇൻകത്തിനെ, നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ EBIT-നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, നോക്കാം. ഇത് തന്നെ നമുക്ക് ഇപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ഇവിടെ കണ്ട, ഇവിടെ നമ്മൾ നമ്മുടെ EBIT 20% ഇൻക്രീസ് ചെയ്തു, അതായത് 24,000 ആയി. സപ്പോസ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, അതായത് ഫിനാൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ഇൻകം എന്ത് ചെയ്യണം? 20% ഇൻക്രീസ് ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത് 10,000. അപ്പൊ നമ്മളുടെ EBT എന്ന് പറയുന്നത് എത്രയാ? 14,000 അല്ലെ? EBT എന്ന് പറയുന്നത് 14,000. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ, നോക്കിയേ. 20 ഇവിടെ എത്ര? 10,000 എന്നുള്ളത് 14,000 ആയിട്ട് കൂടി, അതായത് 40% ഇൻക്രീസ് ചെയ്തു. അതായത് ഇവിടെ എന്താ സംഭവിച്ചേ? 20% ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം, ദാറ്റ് ഈസ് EBIT. റിസൾട്ട് 40% ഇൻക്രീസ് ഇൻ EBT, ദാറ്റ് ഈസ് നെറ്റ് ഇൻകം ബിഫോർ ടാക്സ്. ഓക്കെ, ആണോ? അവിടെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആവുന്നത്. EBIT 20% ചേഞ്ച് ചെയ്തപ്പോൾ EBT 40% ഇൻക്രീസ് ചെയ്തു. അവിടെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആവുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അവിടെ എന്തുള്ളത് കൊണ്ടാണ്? അവിടെ ഫിക്സഡ് ഫൈനാൻഷ്യൽ കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ്, അതായത് ഈ ഫിക്സഡ് ഫൈനാൻഷ്യൽ കോസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ നെറ്റ് ഇൻകത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടോ? Financial leverage is actually the use of fixed financing cost, that is interest. The financial leverage is defined as the ability of the firm to use fixed financial charge to magnify the effect of change in operating profit on the EPS. ഓക്കെ, സ്വാഭാവികമായിട്ടും EPSലും സെയിം ചേഞ്ച് ആയിരിക്കും. നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ നെറ്റ് ഇൻകം എന്നാണ് പറഞ്ഞത്, അത് EPS പറഞ്ഞാലും കറക്റ്റ് ആയിരിക്കും. നോക്കി എന്തുകൊണ്ടാണ് നോക്കാം. ടാക്സ് 50% അല്ലേ? ടാക്സ് 7,000. നമ്പർ ഓഫ് ഷെയർസ് 1000. 5 പെർ ഷെയർ എന്നുള്ളത് എത്രയായി? 7 പെർ ഷെയർ ആയി. ₹7 പെർ ഷെയർ ആയി അല്ലെ? അപ്പൊ എത്ര പെർസെന്റേജ് കൂടി നോക്കിയേ? എത്ര പെർസെന്റേജ് കൂടി? സെയിം തന്നെയാണ്. സെയിം എത്ര തന്നെ? 40% കൂടി എന്ന് പറയാം. സെയിം 40% തന്നെ ഇൻക്രീസ് ആയി എന്ന് പറയാം. കണ്ടോ? അപ്പൊ ഫിനാൻഷ്യൽ ലിവറേജ് പറയുമ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ പറഞ്ഞാലും അത് കറക്റ്റ് ആണ്. നമ്മുടെ EBITയിൽ ഉണ്ടാവുന്ന ചേഞ്ച് EBTനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. EBITയിൽ ഉണ്ടാവുന്ന ചേഞ്ച് നമ്മുടെ EPSനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരിയാണ്. അതിന്റെ റീസൺ ഇതാണ്. റീസൺ എന്താണ്? ഫിക്സഡ് ഫൈനാൻഷ്യൽ ചാർജുകൾ, അത് ഇൻട്രസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, നോക്കാം. ഉണ്ടോ? ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു യൂസ് ഫിക്സഡ് ഫൈനാൻഷ്യൽ ചാർജസ് ടു മാഗ്നിഫൈ the effect of change in operating profit on the firm's EPS with the operating profit. It indicates the change that take place in the taxable income as a result of change in operating income. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ EPSൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് രണ്ട് രീതിയിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്താ കണ്ട, എന്താ പറഞ്ഞത്? നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്താ? നമ്മുടെ ഡിഗ്രി ഓഫ് എന്താ പറഞ്ഞത്? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT. കണ്ടോ? നമ്മുടെ EBITയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് EPSനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ എന്താ? എത്രയാ? പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT എത്രയാ? സോറി, EPS എത്രയാ? 40% ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT എത്രയാ? 20%. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ്? ഇവിടെ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത രീതിയിലും കണ്ടുപിടിക്കാം. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്? ഫിനാൻഷ്യൽ ലിവറേജ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, EBIT ഡിവൈഡഡ് ബൈ EBT അല്ലെ? സോ EBIT എത്രയാ? ഇവിടെ നോക്കാം. EBIT എത്രയാ? EBIT 20,000 ഡിവൈഡഡ് ബൈ EBT എത്രയാ? 10,000. ഓക്കെ, അപ്പോഴും എന്താണ്? 2. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓപ്പറേറ്റിംഗ് ഇൻകം, ദാറ്റ് ഈസ് EBITയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഹൗ ഇറ്റ് വിൽ
മാഗ്നിഫൈ ദി ഓപ്പറേറ്റിംഗ് ഇൻകം, ദാറ്റ് ഈസ് EPS. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT അങ്ങനെ കാണാം. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ജസ്റ്റ് EBIT ഡിവൈഡഡ് ബൈ EBT. രണ്ട് രീതിയിലും നമ്മൾ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ ലിവറേജ്. സ്വാഭാവികമായിട്ട് എന്താണ് ഇത് രണ്ടിൻ്റെയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണത്. അപ്പോൾ എന്ത് വരാം, നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടു, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടു. കമ്പൈൻഡ് ലിവറേജ് ഇതിൽ രണ്ടിന്റെ എഫക്റ്റ് ഉണ്ടാവും. എന്താണ് കമ്പൈൻഡ് ലിവറേജ്? കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കാം. ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലെ, ഇൻറ്റു എന്താണ് ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT അല്ലേ. അപ്പൊ നമുക്ക് EBIT ക്യാൻസൽ ചെയ്ത് കളയാലോ, രണ്ടിടത്ത് EBITs ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ആയിട്ട് എന്ത് എഴുതാം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാം, സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെ EPSനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് സെയിൽസ് ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് അതായത് EBITനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് EBITയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെ EPSനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ കമ്പനി ലിവറേജ് എന്ന് പറയുമ്പോഴോ സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഹൗ ഇറ്റ് വിൽ അഫക്ട് ദി EPS ഉണ്ടോ. അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ നോക്കിയേ എന്താണ്, ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ എന്തായിരുന്നു, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അതുപോലെ ഫിനാൻഷ്യൽ ലിവറേജിന്റെയോ ഇൻറ്റു എന്താണ് EBIT ഡിവൈഡഡ് ബൈ EBT അല്ലെ. അപ്പൊ നമുക്ക് അതും എന്ത് ചെയ്യാം, അതിൽ EBIT ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻഡ് ലിവറേജ് എന്ത് ചെയ്യാം, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വെറുതെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താലും മതി. മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ക്വസ്റ്റിലേക്ക് തന്നെ പോവാം. നമ്മുടെ നമ്മളിത് ചെയ്ത് തന്നെ പോവാം. 2 × 2 4 അല്ലെ, 4 നമ്മുടെ കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് 2, ഫിനാൻഷ്യൽ ലിവറേജ് 2. അപ്പൊ 2 × 2 4. അല്ലെങ്കിൽ എന്താ, നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയേ. കോൺട്രിബ്യൂഷൻ എത്രയാ, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോക്കാം 40,000. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40,000 ആണ്. ഡിവൈഡഡ് ബൈ EBT എത്രയാ, 10,000 ആണ്. 10,000 ആണ്. അപ്പൊ അത് എത്ര തന്നെ കിട്ടും, നമുക്ക് 4 എന്ന് തന്നെ ചെയ്യാം. 4. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS എത്രയായിരുന്നു, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS എത്രയാ, 40 ആയിരുന്നു അല്ലെ, 40 ആയിരുന്നു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എത്രയാ, 10 ആണ്. ഇത് കണ്ടോ, അപ്പോൾ 40/10 അപ്പോഴും 4. അപ്പൊ അതങ്ങനെ എല്ലാം കണ്ടുപിടിക്കാം. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻസ് പഠിക്കുക. ദെൻ എന്താണ് അതിന്റെ ഇൻഫ്ലുവൻസ്, എന്താണ് സംഭവിക്കുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ സംഭവിക്കുന്നത്, സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് EBITനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്റെ റീസൺ എന്താ, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്, EBITയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് EPSനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണ്, ഫിക്സഡ് ഫൈനാൻഷ്യൽ ചാർജ് അതായത് ഇൻട്രസ്റ്റ്. എന്നിട്ട് കമ്പൈൻഡ് ലിവറേജ്, സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് നമ്മുടെ EPSനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അത് ഓപ്പറേറ്റിംഗ് പ്ലസ് ഫിനാൻഷ്യൽ. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. സോ നമുക്ക് ബാക്കി പ്രോബ്ലംസും കൂടെ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇത് പുതിയ മെറ്റീരിയൽ അല്ല, ഇത് നമ്മളുടെ തൊട്ട് മുമ്പത്തെ മെറ്റീരിയലാണ്. അപ്പോൾ ആ പുതിയ മെറ്റീരിയലിലെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ തനിയെ ട്രൈ ചെയ്യുക. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യാം. സോ വേറെ ഒന്നുമല്ല, നമ്മൾ പഠിച്ച തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പനി ലിവറേജ്, അതിൻ്റെ പ്രോബ്ലമാണ്.
സോ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻസ് അറിയാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ബൈ EBIT, ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് EBIT ബൈ EBT, അതുപോലെ തന്നെ കമ്പനി ലിവറേജ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബൈ EBT. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇവിടെ 3 ഫേംസ് ആണുള്ളത്. KLM എന്ന് പറയുന്ന 3 ഫേംസ് ഉണ്ട്. ഓരോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ട് പറയുന്നുണ്ട് 60,000 യൂണിറ്റ്, 15,000, 1 lakh. ഫിക്സഡ് കോസ്റ്റ് പറയുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് പറയുന്നുണ്ട്, സെല്ലിംഗ് പ്രൈസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ നമ്മുടെ പർട്ടിക്കുലേഴ്സ് ഫേം എന്ന് പറയുന്നത് KLM. ഓക്കെ, പർട്ടിക്കുലർ ഫേം K ഉണ്ട്, ദെൻ L, ദെൻ M. ഓക്കെ, സോ നമ്മുടെ ഫോർമാറ്റ് അറിയാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് EBIT മൈനസ് ഇൻട്രസ്റ്റ് EBT. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത് മതി, കാരണം നമ്പർ ഓഫ് ഷെയർസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ EBT വരെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാം. സോ യൂണിറ്റ്സ് നോക്കാം. യൂണിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് K 60,000, then 15,000, 1 lakh. K 60,000, then 15,000, then 1 lakh. സെയിൽസ് നോക്കാം, ഓരോ നോക്കാം. 60,000 ഇൻറ്റു 0.6 സെല്ലിംഗ് പ്രൈസ്, 60,000 ഇൻറ്റു 0.6, സോ 36,000. അടുത്ത 15,000 ഇൻറ്റു 5, 15,000 ഇൻറ്റു 5, 75,000. അടുത്ത 1 lakh ഇൻറ്റു 0.1, 10,000. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 60,000 ഇൻറ്റു 0.2, ദാറ്റ് ഈസ് 12,000. സോ ഡിഡക്ട് ചെയ്യാം. 24,000. ഫിക്സഡ് കോസ്റ്റ് മൈനസ് 7,000. ഫിക്സഡ് കോസ്റ്റ് 7,000. So balance 17,000 EBIT. Interest 4,000. Interest 4,000. So EBT 13,000. Correct അല്ലേ? 60,000 36,000 മൈനസ് 12,000 മൈനസ് 7,000 മൈനസ് 4,000 ഈക്വൽ ടു 13,000. ഓക്കെ, ഇതുപോലെ അടുത്തത് നോക്കാം. ലിവറേജ് നമുക്ക് ഒരുമിച്ച് കാണാം. 15,000 ഇൻറ്റു 5, അത് ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്തു, 75,000. അടുത്ത് 15,000 ഇൻറ്റു 1.5, 22,500. So contribution 52,500. Fixed cost 14,000. Fixed cost 14,000. So 52,500 minus 14,000 equal to 38,500. 38,500. Interest 8,000. So minus 8,000. EBT 30,500. 30,500. Okay. ലാസ്റ്റ് വൺ ഇതുപോലെ തന്നെ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് 0.1, അപ്പോൾ 10,000. വേരിയബിൾ കോസ്റ്റ് 0.02, 1 lakh ഇൻറ്റു 0.02 ഈക്വൽ ടു 2,000.
2000 contribution 8000 fixed cost 1500 so എത്ര വരും 6500 ഫിക്സഡ് കോസ്റ്റ് ഇവിടെ ഇല്ല, ഫിക്സഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തില്ല എന്ന് പറയാം, ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഇല്ല എന്ന് തന്നെ പറയാം. സോ നമ്മൾ എത്ര തന്നെ വരും, സെയിം 6500 തന്നെ വരും. ഓക്കെ, ഇനി ഓരോന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ലൈക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലേ. അപ്പൊ ഇതിന്റെ എത്ര വരും നോക്കി, ഇതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ, 24,000 divided by contribution divided by EBIT, that is 17,000 വരും. ഇതിന്റെ വരുമ്പോൾ 52,500 divided by 38,500. Then last one, contribution 8,000 divided by EBIT 6,500. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കാം, 24,000 divided by 17,000, that is 1.41. ചെക്ക് ചെയ്ത് പോവാം. 1.41 52,500 divided by 38,500 equal to 1.36. 8,000 divided by 6,500 1.23. ഓക്കെ, അടുത്ത ഫിനാൻഷ്യൽ ലിവറേജ് നോക്കാം. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമലി ചെയ്യാം. ഫിനാൻഷ്യൽ ലിവറേജ് വരുമ്പോൾ EBIT ഡിവൈഡഡ് ബൈ EBT അല്ലേ. അപ്പോൾ എത്ര വരും, EBIT 17,000 ഡിവൈഡഡ് ബൈ EBT 13,000. അടുത്ത വരുമ്പോൾ EBIT 38,500 divided by EBT 30,500. ലാസ്റ്റ് വൺ 6,500 divided by 6,500. അവിടെ എന്തില്ല, ലിവറേജ് ഇല്ല. ഓക്കെ, സോ നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജ് നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് വരുമ്പോൾ 17,000 divided by 13,000, that is 1.30. അടുത്തത് 38,500 divided by 30,500, that is 1.26. then ഇതിന്റെ 1, കാരണം ഇവിടെ ലിവറേജ് ഇല്ല. ഓക്കെ, ലാസ്റ്റ് വൺ കമ്പൈൻഡ് ലിവറേജ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, സെയിം തന്നെയായിരിക്കും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1.41 into 1.31 equal to 1.84. 1.84 തന്നെയായിരിക്കും, 1.84. ഓക്കെ, എന്താ, അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ഇങ്ങനെ ചെയ്യാം. കോൺട്രിബ്യൂഷൻ എത്രയാ, 24,000 ഡിവൈഡഡ് ബൈ EBT 13,000. അപ്പോൾ 1.84 സംതിങ് തന്നെ വരും, കറക്റ്റ് ആണ്. 1.36 അടുത്ത് 1.36 ഇൻറ്റു 1.26, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് 1.71. അടുത്തത് 1.23 തന്നെ, 1.23. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് കൂടെ ജസ്റ്റ് പറയാം. നമ്മൾ ഇന്നലെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.41? ദാറ്റ് മീൻസ് 1% change in sales will result 1.41% change in EBIT. What is the meaning of financial leverage 1.3? Means 1% change in EBIT result 1.3% change in EBT. What is the meaning of combined leverage 1.84? 1% change in sales will result 1.84% change in EBT. Okay, so അതാണ് ഇതിന്റെ മീനിങ്. അത് ചെക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് വേണ്ട, ഇതിനകത്ത് പറയുന്നുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പൈൻഡ് വിത്ത് ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് റെപ്രസെന്റ് റിസ്കി സിറ്റുവേഷൻ. ലോ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പൈൻഡ് വിത്ത് ലോ ഫിനാൻഷ്യൽ ലിവറേജ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഐഡിയൽ സിറ്റുവേഷൻ. Therefore M ഈസ് ലെസ് റിസ്കി. കണ്ടപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് 1.85 ആണ് റിസ്ക് കൂടുതലാണ്, 1.82 അതിന് റിസ്ക് കൂടുതലാണ്, എന്നാൽ ലാസ്റ്റ് 1.23 ഉള്ളൂ. അപ്പോൾ അവിടെ ലിവറേജ് കുറവാണ്, ദാറ്റ് മീൻസ് റിസ്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും റിസ്ക് കുറവുള്ള ഫേം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഫേം ആണ്, അതായത് ഫേം എമ്മിനാണ് ഏറ്റവും റിസ്ക് കുറവുള്ളത്. ഓക്കെ, അടുത്തേക്ക് പോവാം. സെയിൽസ് നോക്കാം. ഫോർ ഫേം ഹാസ് എ സെയിൽസ് ഓഫ് 10 lakhs, വേരിയബിൾ കോസ്റ്റ് 7 lakhs ആണ്, ഫിക്സഡ് കോസ്റ്റ് 2 lakhs ആണ്, ഡെറ്റ് 5 lakh at 10% ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് ദ ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ് ഇഫ് ദ ഫേം വാണ്ട് ടു ഡബിൾ ഇറ്റ് EBIT? How much of the rise in sales would be needed on a percentage basis? Okay, അപ്പോൾ നമുക്കിത് നോർമലായിട്ട് തന്നെ ചെയ്യാം. നമ്മുടെ ലൈക്ക് സെയിൽസ് എത്രയാണ്? 10 lakhs, വേരിയബിൾ കോസ്റ്റ് 7 lakhs, സോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3 lakhs, ഫിക്സഡ് കോസ്റ്റ് 2 lakh, EBIT 1 lakh, ഇൻട്രസ്റ്റ് 5 lakhs into 10%, ദാറ്റ് ഈസ് 50%, ദെൻ PBT അല്ലെങ്കിൽ EBT 50,000. അപ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, നോക്കാം അല്ലെ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കാം, നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയായിരിക്കും? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT, ദാറ്റ് ഈസ് 3 lakhs ഡിവൈഡ് ബൈ 1 lakh ഈക്വൽ ടു 3 അല്ലേ? അത് 3 ആണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജോ EBIT ഡിവൈഡഡ് ബൈ EBT. സോ EBIT 1 lakh ആണ്, EBT 50,000 ആണ്. സോ 1 lakh ഡിവൈഡ് ബൈ 50,000 ഈക്വൽ ടു 2. ഫിനാൻഷ്യൽ ലിവറേജ് ഈക്വൽ ടു 2 ചെയ്ത് നോക്കുക, 2. ദെൻ കമ്പൈൻഡ് ലിവറേജ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കമ്പൈൻഡ് ലിവറേജ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്, 3 into 2 ഈക്വൽ ടു 6. ഓക്കെ, അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT, 3 lakhs ഡിവൈഡഡ് ബൈ 50,000, അപ്പോഴും നമുക്ക് 6 തന്നെ കിട്ടും. ഓക്കെ, അതിൻ്റെ അടുത്ത പോർഷൻ ശ്രദ്ധിക്കുക. ഹൗ മച്ച് ഓഫ് എ റൈസ് ഇൻ സെയിൽസ് വുഡ് ബി നീഡഡ് ഓൺ എ ഇഫ് എ ഫേം വാണ്ട് ടു ഡബിൾ ഇറ്റ് EBIT. ഇനി EBIT നമുക്ക് എന്ത് ചെയ്യണം? EBIT ഡബിൾ ചെയ്യണം. അതായത് നോക്കിയേ, ഈ EBIT നമുക്ക് എത്രയാക്കി മാറ്റണം? ഓൾറെഡി ഉള്ള EBIT എത്രയാ? ഓൾറെഡി ഉള്ള EBIT എന്ന് പറയുന്നത് 1 lakh ആണ്. ശ്രദ്ധിക്കുക, ഓൾറെഡി ഉള്ള EBIT എന്ന് പറയുന്നത് 1 lakh ആണ്. അത് നമ്മൾക്ക് എത്രയാക്കി മാറ്റണം? 100% ഇൻക്രീസ് ചെയ്യണം. അപ്പോഴല്ലേ ഡബിൾ ആയി മാറുക. 1 lakh എന്നുള്ള എത്രയും മാറും? 100% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കത് 2 lakhs ആയി മാറും അല്ലേ? സോ ഹൗ മച്ച് ഓഫ് റൈസ് ഇൻ സെയിൽസ് വുഡ് ബി നീഡഡ് ഓൺ എ പെർസെൻറ്റേജ് ബേസിസ്. കണ്ടപ്പോൾ നമ്മൾ EBIT ഡബിൾ ആവണമെങ്കിൽ സെയിൽസ് എത്ര ചേഞ്ച് ചെയ്യണം എന്നാ ചോദ്യം. അപ്പോൾ നമുക്കറിയാലോ, സെയിൽസും EBIT നമ്മളുടെ റിലേഷൻ എന്താ? അത് ഓപ്പറേറ്റിംഗ് ലിവറേജ് വെച്ചല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട് ഇവിടെ 3 ആണ് അല്ലേ? ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 3 ആണ്. സോ 1% ചേഞ്ച് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് 3% ചേഞ്ച് ഇൻ EBIT അല്ലേ? ഓക്കെ അല്ലെ? നോക്കി എന്താണ് ഇതിന്റെ മീനിങ്? ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 3 ആണ്. അതിന്റെ അർത്ഥം എന്താ? 1% ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട് 3% ചേഞ്ച് ഇൻ EBIT അല്ലെ? നമുക്ക് അപ്പൊ ഇങ്ങനെ പറയാം, ചേഞ്ച് ഇങ്ങനെ എഴുതാല്ലേ, ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 3 ഈക്വൽ ടു എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT കിട്ടും അല്ലേ? അപ്പൊ EBIT എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്രയാണ്? EBIT നമുക്ക് 100% ചേഞ്ച് ചെയ്യണം അല്ലേ? നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത് 3 ആണ്. സോ എത്രയാ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? 100 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എത്ര വരും? 33.33%. ഉണ്ടോ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം?
സെയിൽസ് 33.33% ഇൻക്രീസ് ചെയ്താലാണ് EBIT 100% ഇൻക്രീസ് ചെയ്യുക അല്ലേ? അപ്പൊ നമുക്കത് ശരിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ തിയറി പ്രകാരം സെയിൽസ് 33.33% അല്ലെ, 33.33% ഇൻക്രീസ് ചെയ്താൽ അവർ EBIT വിൽ ഇൻക്രീസ് ബൈ 100%. കറക്റ്റ് ആണെന്ന് നോക്കാം. അപ്പൊ ഇത് 33% ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാവും? നമ്മുടെ 10 lakhs അല്ലേ? 10 lakhs ഇൻറ്റു 133.33%. അപ്പൊ എത്രയായിരിക്കും? 13,33,333 ആവും അല്ലെ? സോ അതിന്റെ എത്ര പെർസെൻറ്റേജാ? അതിന്റെ 33,333 വേരിയബിൾ കോസ്റ്റ് 70% അല്ലെ? അതായത് ഔട്ട് ഓഫ് 10 lakh 7 lakh ആണ്, ദാറ്റ് ഈസ് 70%. അപ്പൊ എത്ര വരും? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9,33,333 വരും. 9,33,333 വരും. ഓക്കെ, അപ്പൊ എത്രയാണ് നോക്കിയേ? 13,33,333 മൈനസ് 9,33,333 എത്ര വരും? 4 lakhs. അപ്പൊ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 lakhs ആവും. ഓക്കെ, അതിൽ നിന്ന് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് അത് ചേഞ്ച് വരുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് എത്ര തന്നെയാണ്? 2 lakhs തന്നെയാണ്. അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. 2 lakhs. സോ EBIT എത്ര തന്നെ വന്നു? കറക്റ്റ് ആയിട്ട് 2 lakhs തന്നെ വന്നു. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പറഞ്ഞു. എന്താണ് ചേഞ്ച് സെയിൽസും EBIT തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, EBIT 100% ചേഞ്ച് ചെയ്യണമെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ സെയിൽസ്? അപ്പൊ അത് ഈസിയാണ്. സെയിൽസും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. അപ്പോൾ നമുക്ക് EBITയുടെ 100 തന്നിട്ടുണ്ട്. 100/3 ദാറ്റ് വിൽ കം അറൗണ്ട് 33.33%. സോ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? സെയിൽസിൽ 33.33% ഇൻക്രീസ് ചെയ്താൽ ദ EBIT വിൽ ഇൻക്രീസ് ബൈ 100%. ഓക്കെ, അത് ആണ് അതിൻ്റെ സൊല്യൂഷൻ. അടുത്തേക്ക് പോവാം. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. X corporation has estimated that for a new product its break-even point is 2,000 unit. If the items are sold for 14 per unit, the cost accounting department has currently identified a variable cost of 9 rupees per unit. Calculate the degree of operating leverage for sales volume of 2,500 unit and 3,000 unit. What do you infer from the degree of operating leverage at the sales volume of 2,500 unit and 3,000 unit and their difference if any? അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് 2,000 ആണ്. ഓക്കെ, അതിന്റെ സെല്ലിംഗ് പ്രൈസ് പറയുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 14 ആണ് അല്ലേ? അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സെയിൽസ് നമ്മുടെ ഇത് ഫോർമാറ്റിലേക്ക് തന്നെ പോയി നോക്കാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് EBIT അല്ലേ? അപ്പൊ നമുക്ക് ഏതിലാണ് തന്നിരിക്കുന്നത്? 2000 യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം 2000 യൂണിറ്റിന്റെ കാണാം. പിന്നെ വരുന്നത് 2500 യൂണിറ്റ്, 3000 യൂണിറ്റ്, 2500 യൂണിറ്റ്, അതുപോലെ തന്നെ 3000 യൂണിറ്റ്. ഓക്കെ, അപ്പൊ ആദ്യം കണ്ട് ഇത് നോക്കാം. സെയിൽസ് എത്രയാന്ന് നോക്കാം. സെയിൽസ് എന്ന് പറയുന്നത് 2000 ഇൻറ്റു 14, അപ്പൊ 28,000 വരും. സെയിൽസ് 28,000. ദെൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ എത്ര വരും നോക്കിയേ? 2000 ഇൻറ്റു 9 18,000 വരും. 18,000. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10,000 ആയിരിക്കും. കോൺട്രിബ്യൂഷൻ 10,000 ആയിരിക്കും. ഇനി ഫിക്സഡ് കോസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്ത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം ഇല്ല, നഷ്ടമില്ല. EBIT 0 ആണ്. അപ്പോൾ ഒബിയസ്ലി നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും?
10,000 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ 10,000 ആണെങ്കിൽ ഇവിടെ എല്ലാം എന്ത് തന്നെയായിരിക്കും? ഇവിടെ 10,000, ഇവിടെ 10,000 അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. 2,500 × 14 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നേരെ 5 ഇട്ട് ചെയ്താൽ മതിയല്ലോ, കറക്റ്റ് അല്ലേ? കാരണം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 14 - 9 എന്ന് പറയുമ്പോൾ 5 അല്ലേ? അപ്പോൾ എത്ര? 2,500 × 5 എത്ര വരും? 12,500. 12,500. ഇവിടെയാണെങ്കിലോ 3,000 × 5 = 15,000. ഓക്കെ, അപ്പോൾ നമ്മുടെ EBIT വരുമ്പോൾ ഇവിടെ 2,500 വരും, ഇവിടെ 5,000 വരും അല്ലേ? സോ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് നമ്മളുടെ 2,500ന്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കാം. അപ്പോൾ എത്ര വരും? 12,000. അതിൻ്റെ കാണാനാണ് പറയുന്നത്. 12,500 ഡിവൈഡഡ് ബൈ 2,500 = 5 വരും. 5 വരും. ഇവിടെ 15,000 ഡിവൈഡ് ബൈ 5,000 = എത്ര വരും? 15,000 3 വരും. ഓക്കെ, 3. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2,500 വരുമ്പോൾ നമ്മുടെ റിസ്ക് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ലിവറേജ് കൂടുന്തോറും റിസ്ക് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? സോ അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം ഉണ്ടോ? അപ്പോൾ അതിന്റെ മീനിങ് എന്താ? 5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1% ചേഞ്ച് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് 5% ചേഞ്ച് ഇൻ EBIT. 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1% ചേഞ്ച് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് 3% ചേഞ്ച് ഇൻ EBIT. ഓക്കെ, അതാണ് ഇതുകൊണ്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. EBIT തന്നിട്ടുണ്ട്, EBIT തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്, PBT ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS if sales are expected to increase by 5%. നമ്മൾ പറഞ്ഞു സെയിൽസും EPSും തമ്മിലുള്ള റിലേഷൻ ആണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ഏതാണ്? കമ്പൈൻഡ് ലിവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ, സെയിൽസും EBIT ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, EBITയും EPSും ആണെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ്, സെയിൽസും EPSും ആണെങ്കിൽ കമ്പൈൻ ലിവറേജ്. അപ്പോൾ ഇവിടെ കമ്പൈൻ ലിവറേജ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT അല്ലേ? അതല്ല ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണ്ട എന്താ? കോൺട്രിബ്യൂഷൻ വേണം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. കോൺട്രിബ്യൂഷൻ വേണം മൈനസ് ഫിക്സഡ് കോസ്റ്റ്, EBIT കിട്ടും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? EBT. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. കോൺട്രിബ്യൂഷനും EBT ആണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ തന്നിരിക്കുന്നത്? EBIT നോക്കാം. EBIT എത്ര തന്നിരിക്കുന്നത്? EBIT 11,20,000. ഓക്കെ, പിന്നെന്താ? ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 3,20,000 അല്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാമല്ലോ. 11,20,000 പ്ലസ് 3,20,000 ഈക്വൽ ടു നമ്മുടെ EBIT എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14,40,000 ആയിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് പറയുന്നില്ല, പക്ഷെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പറയുന്നുണ്ട്. അതൊന്ന് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ എമൗണ്ട് തന്നെ. എത്രയാണ് പറഞ്ഞത്? 3 lakh. സോറി, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 7 lakh ആണ്. സോറി, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 7 lakhs. ഫിക്സഡ് കോസ്റ്റ് 7 lakh. അപ്പോൾ 11,20,000 പ്ലസ് 7 lakh ഈക്വൽ ടു 18,20,000. സോറി, EBI കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18,20,000. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയില്ലേ? 18,20,000 മൈനസ് 7 lakh ഈക്വൽ ടു 11,20,000. ഓക്കെ, EBT നേരിട്ട് വന്നിട്ടുണ്ട് എത്രയാ? 3,20,000. നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. മൈനസ് 3,20,000 എത്രയായിരിക്കും? 11,20,000 മൈനസ് 3,20,000 ഈക്വൽ ടു 8 lakhs. അതിൻ്റെ ആവശ്യമില്ല, എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. 8 lakhs. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ കമ്പൈൻ ലിവറേജ് ആണ് വേണ്ടത്. കാരണം ഈ സെയിൽസും EPSും തമ്മിലുള്ള റിലേഷനാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് കമ്പൈൻഡ് ലിവറേജ് ആണ്. എന്താണ് ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT അല്ലേ? അതായത് എത്രയാ? 18,20,000 ഡിവൈഡഡ് ബൈ EBT എന്ന് എത്ര? 3,20,000. ഓക്കെ, അപ്പോൾ എത്രയാണ് നോക്കിയേ? 3,20,000. 18,20,000
ഡിവൈഡഡ് ബൈ 3,20,000. നമുക്ക് 5.6875 വരും. ഇതിന്റെ അർത്ഥം എന്താ? 1% ചേഞ്ച് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് 5.6875% ചേഞ്ച് ഇൻ EBT അല്ലേ? അപ്പൊ നമ്മുടെ പറയുന്നത് എന്താ? സെയിൽസ് 5% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ EPS എത്ര ചേഞ്ച് ചെയ്യും? 5 ഇൻറ്റു 5.6875 എത്രയാ നോക്കിയേ? 5 ഇൻറ്റു 5.6875 എത്ര വരും? The EPS or the EBT will increase by 28.4375%. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ. ഓക്കെ, 28.43 കണ്ടോ? ഇത് നമുക്ക് സിമ്പിൾ. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടുപിടിച്ചോ. പക്ഷേ വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് കമ്പനി ലിവറേജ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ കുറേ പ്ലാനുകളുണ്ട്, കുറേ പ്ലാൻസ് ഉണ്ട്. 3 ഫൈനാൻഷ്യൽ പ്ലാൻസ് ആദ്യം തന്നെയുണ്ട്. പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഫോർ ദ ഫേം ഓൺ ദ ബേസ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഓഫ് കമ്പൈൻ ലിവറേജ്. അപ്പോൾ ഒരു ഇതെല്ലാം തന്നെ കാണണം. ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണണം, ഫിനാൻഷ്യൽ ലിവറേജ് കാണണം, കമ്പൈൻ ലിവറേജ് കാണണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് 3 എണ്ണം ഉണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാം അല്ലേ? അതായത് 3 ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സിറ്റുവേഷൻ ABC ഉണ്ട്. നോക്കാം. സിറ്റുവേഷൻ ABC, സിറ്റുവേഷൻ ABC. ഓക്കെ, നമുക്ക് വേണ്ട എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, EBIT അല്ലേ? നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഓക്കെ, ഇതാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 800 യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 15 ആണ്. അപ്പോൾ 800 ഇൻറ്റു 15 12,000 വരും. 12,000. അത് പ്രത്യേകിച്ച് ഓരോന്നിനും വ്യത്യാസം പറയുന്നില്ല. നമുക്ക് ഏത് തന്നെ എടുക്കാം, എല്ലാം നമുക്ക് 12,000 എടുക്കാം. ഇവിടെ 12,000, ഇവിടെ 12,000, സിയിലും 12,000. വേരിയബിൾ കോസ്റ്റ് പറയുന്നത് 10 ആണ്. അപ്പോൾ 800 ഇൻറ്റു 10 8,000 വരും. 8,000 8,000. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ ബാക്കി 4,000. ഇനിയാണ് നമ്മുടെ 3 പ്ലാനുകൾ വരുന്നത്. ഉണ്ടോ? സിറ്റുവേഷൻ B, C. പ്ലാൻ അല്ല, സിറ്റുവേഷൻസ് അല്ലെ? സിറ്റുവേഷൻ ABC വരുന്നുണ്ട്. അപ്പോൾ അതിലെത്രയാ? 1,000, 2,000, 3,000. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് 1,000, 2,000, 3,000. സോ നമ്മുടെ EBIT എന്ന് പറഞ്ഞാൽ 4,000 മൈനസ് 1,000 3,000, സോറി 2,000 ആണ്. 4,000 മൈനസ് 2,000 2,000, 4,000 മൈനസ് 3,000 1,000. കോൺട്രിബ്യൂഷൻ ബൈ EBIT, അതായത് 4,000 ഡിവൈഡ് ബൈ 3,000 എത്രയാ? 1.33. അടുത്ത 4,000 ബൈ 2,000 2, 4,000 ബൈ 1,000 4. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് 1.33, 2 and 4. ഓക്കെ, അത് ഓൾറെഡി കിട്ടി. ഇനിയാണ് ഇത് ഓരോന്നിനും എന്തുണ്ട്? ഇത് കണ്ടാവും 3 പ്ലാനുകൾ വെച്ചിട്ടുണ്ട്. പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3. അപ്പോൾ എക്ക് 3 പ്ലാൻ, ബിക്ക് 3 പ്ലാൻ, സിക്ക് 3 പ്ലാൻ. കാരണം ഇത് നമുക്ക് അറിയണമല്ലോ. ഇനി നമ്മൾ ഡെപ്റ്റ് അല്ലേ കുറയ്ക്കണ്ടേ? അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തനിയെ ചെയ്യണം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ മെറ്റീരിയലിലും ഉണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ചെയ്ത് എക്സ്പേർട്ട് ആവണം. ഇത് കണ്ടോ, ഇത് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് 3 പ്ലാനുകളുണ്ട്. പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3. അപ്പോൾ അതിൽ കേസ് A മാത്രം ഞാൻ ചെയ്യാം.
പ്ലാൻ 1, 2, 3. ബാക്കിയാണ് നമുക്ക് ആവശ്യം. EBIT നമുക്കറിയാം. EBIT കണ്ട എയുടെ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ EBIT എന്ന് പറഞ്ഞാൽ 3000 ആണ്. എല്ലാത്തിലും 3000 ആണ്. ഇവിടെ 3000, ഇവിടെ 3000, ഇവിടെ 3000. ഇതിന് എന്ത് കുറയും? മൈനസ് ഇൻട്രസ്റ്റ് കുറയും അല്ലേ? പ്ലാൻ 1ന്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കിയേ. 12% ഡെറ്റ് ആണ് 5000ന്റെ. അപ്പോൾ 5000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 600. ഇവിടെ 600 വരും. അടുത്തത് എത്രയുണ്ടെന്ന് നോക്കിയേ. അടുത്തത് 2500. 2500ന്റെ 12%, ദാറ്റ് ഈസ് 300 വരും. ദെൻ 7500ന്റെ 12%, ദാറ്റ് ഈസ് 900 വരും. 900 വരും. നമുക്കത് ലെസ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? EBT കിട്ടും അല്ലേ? ഇവിടെ എത്ര വരും? 2400 വരും, 2700 വരും, 2100 വരും. ഇനി നമുക്ക് എന്ത് കാണാം? ഫൈനാൻഷ്യൽ ലിവറേജ് കാണാം. എങ്ങനെയാ? EBIT ബൈ EBT ചെയ്താൽ പോരെ? അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 2400 എത്രയാ? 1.25. ഇവിടെയാണെങ്കിലോ 3000 ഡിവൈഡഡ് ബൈ 2700, അതായത് 1.11. ഓക്കെ, അടുത്ത് 3000 ഡിവൈഡ് ബൈ 2100 എത്രയാ? 1.42. ഓക്കെ, ചെക്ക് ചെയ്യാം. ഇതാണോ നമ്മൾ കേസിൽ ഫിനാൻഷ്യൽ ലിവറേജ് 1.25, 1.11, 1.42. ഓക്കെ, കറക്റ്റ് ആണ്. നമുക്ക് അതിൻ്റെ എന്തും കൂടെ ചെയ്തേക്കാം? കമ്പൈൻഡ് ലിവറേജും കൂടെ ചെയ്തേക്കാം. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എല്ലാത്തിനും സെയിം ആണ്, 3 എണ്ണത്തിനും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1.33 അല്ലെ? 1.33 ഇൻറ്റു 1.25. അപ്പോൾ എത്ര വരും നോക്കിയേ? 1.6625. അടുത്ത 1.33 ഇൻറ്റു 1.11 എത്ര വരും? 1.4763. അടുത്ത 1.33 ഇൻറ്റു 1.42 അപ്പോൾ എത്ര വരും? 1.886 വരും. അപ്പോൾ ഇതുപോലെ. അപ്പോൾ 3 ഇൻറ്റു 3 നമുക്കൊരു 9 ഫിനാൻഷ്യൽ ലിവറേജും 9 കമ്പൈൻ ലിവറേജും വരും. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ വാല്യൂസ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സിറ്റുവേഷൻ എ തന്നെ 1.66 വരും, 1.47 വരും, 1.88 റൗണ്ട് ചെയ്തിട്ട് 9 വരും. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഫൈനൽ ആൻസർ. ഇതാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരുന്നത് ഓരോന്നിൻ്റെയും. അത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, സ്ക്രീനിൽ നോക്കിയിട്ട് ഉണ്ടോ? അപ്പോൾ ചെക്ക് ചെയ്യുക. ഇത് എയുടെയും ബിയുടെയും സിയുടെയും ഇതുണ്ട്. ഇത് എയുടെ ഫിനാൻഷ്യൽ ലിവറേജ്, ഇത് ബിയുടെ ഫിനാൻഷ്യൽ ലിവറേജ്, ഇത് സിയുടെ ഫിനാൻഷ്യൽ ലിവറേജ്. പിന്നെ അതുപോലെ എല്ലാത്തിൻ്റെയും കമ്പൈൻ ലിവറേജ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എയുടെ ഉണ്ട്, ബിയുടെ ഉണ്ട്, സിയുടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പാറ്റേൺ ആണിത്. ഇത് നമുക്ക് പലതരം ലിവറേജ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഇതുവരെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് വെച്ച് ലിവറേജ് ആണ് കണ്ടുപിടിച്ചത്. ഇതങ്ങനെയല്ല, ലിവറേജ് തന്നിട്ടുണ്ട്, നമ്മൾ അത് വെച്ചിട്ട് നേരെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് നമുക്കറിയാലോ. കണ്ടോ? വേരിയബിൾ എക്സ്പെൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഇൻകം ടാക്സ് റേറ്റ് ഉണ്ട്. ഓക്കെ, പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ എ, ബി ആൻഡ് സി. ഓക്കെ, എ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം, ബിയും സിയും തനിയെ ട്രൈ ചെയ്യണം. ഓക്കെ, നോക്കാം. നമ്മുടെ ഫോർമാറ്റ് ഇത് തന്നെ. ഇതെന്താണ്? എയും ബിയും സിയും. ഓക്കെ, ഫോർമാറ്റ് എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സോ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും, മൈനസ് ഫിക്സഡ് കോസ്റ്റ് EBIT കിട്ടും, മൈനസ് ഇൻട്രസ്റ്റ് EBT കിട്ടും, മൈനസ് ടാക്സ് PAT. ഇതാണ് മുഴുവൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? എയുടെ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് വാല്യൂ അറിയാവുന്നത് 200 ആണ്. ഏത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 200 ആണ്. ഇൻട്രസ്റ്റ് 200. ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ ഇൻട്രസ്റ്റ് അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താ? EBITയും EBTയും. സോ അതിൽ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേഷൻ എന്താ?
ഉണ്ടോ? ഫിനാൻഷ്യൽ ലിവറേജ് എത്ര? ഫിനാൻഷ്യൽ ലിവറേജ് 3:1. 3:1 എന്ന് പറഞ്ഞാൽ എന്താ? EBIT by EBT. അതായത് EBIT 3 ആണെങ്കിൽ EBT 1 ആയിരിക്കും അല്ലേ? നോക്കിക്കോട്ടോ. ഇതിന്റെ അർത്ഥം എന്താ? EBIT 3 ആണെങ്കിൽ EBT എന്ന് പറയുന്നത് 1 ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഇതിന്റെ ഡിഫറൻസ് അല്ലേ ഇൻട്രസ്റ്റ് 2 ആയിരിക്കും. ഈ 2 ആണ് നമുക്ക് 200 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ഈസി ആയില്ലേ? 200/2 ഇൻറ്റു 3 ചെയ്താൽ എന്താ? EBIT ആയി അല്ലേ? 200/2 ഇൻറ്റു 3 എത്രയാ? 300. അത് കിട്ടിക്കഴിഞ്ഞു. സോ EBT കിട്ടിയില്ലേ? 300 നിന്ന് 200 പോയി കഴിഞ്ഞാൽ എത്രയായി? 100 ആയി. ടാക്സ് എത്ര പെർസെന്റേജ് ആയിരുന്നു? ടാക്സ് എന്ന് പറയുന്നത് 50% ആണ്. അറ്റ് 50% ആണ്. അപ്പൊ നമുക്ക് എത്രയാ? അതിന്റെ പകുതി അത് എത്രയാ? 50. സോ 100 നിന്ന് 50 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 50. സോ ഈ താഴേക്കുള്ള എല്ലാം ആയി. നമ്മുടെ PAT വരെയായി. നമുക്ക് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ EBIT കിട്ടി. ഇനി കാണേണ്ടത് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഒക്കെ കാണണം. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു? ഓപ്പറേറ്റിംഗ് ലിവറേജ് എടുക്കുന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാന്ന് നോക്കിയേ. ഓപ്പറേറ്റിംഗ് ലിവറേജ് 5:1. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മീനിങ് കോൺട്രിബ്യൂഷൻ 5 ആണെങ്കിൽ EBIT എന്ന് പറയുന്നത് 1 ആണ്. അതല്ല എന്റെ മീനിങ്. കോൺട്രിബ്യൂഷൻ ബൈ EBIT 5:1 അല്ലേ? സ്വാഭാവികമായിട്ടും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും, 4 ആയിരിക്കും. ഇനി ഈസി അല്ലേ? EBIT 1 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 300 ഇൻറ്റു 5 അല്ലേ? 1 പോർഷൻ ആണ് EBIT, ദാറ്റ് ഈസ് 300. സോ 5 പോർഷൻ ആണ് കോൺട്രിബ്യൂഷൻ ഇൻറ്റു 5 എത്ര വരും? 1500 അല്ലേ? സ്വാഭാവികമായിട്ട് ഡിഫറൻസ് എടുത്താൽ ഫിക്സഡ് കോസ്റ്റ് ആയി. എത്രയാ? 1200. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കോൺട്രിബ്യൂഷൻ വരെയായി. ഇനി നമുക്ക് സെയിൽസ് കാണണം, വേരിയബിൾ കോസ്റ്റ് കാണണം. അതിനെന്താ തന്നേക്കണേ നോക്കിയേ. വേരിയബിൾ എക്സ്പെൻസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ഓക്കെ, സോ വേരിയബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 66.66%. നമുക്കറിയാലോ സെയിൽസിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100% അല്ലെ? സെയിൽസ് 100%. അതിൽ 66.66% വേരിയബിൾ കോസ്റ്റ്. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 100 - 66.66 ദാറ്റ് ഈസ് 33.33 ഉണ്ടോ? അപ്പൊ ഈ 1500 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജാ? 33.33%. സോ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 1500 ഡിവൈഡ് ബൈ 33.33% എത്ര വരും? 4500 അല്ലേ? 4500 കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്യാം. 4500ന്റെ 66.66% എത്രയാന്ന് നോക്കിയേ. കറക്റ്റ് ആണ്. എത്രയാണ്? 3000 ആണോ? ബാക്കി 1500 കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. അവ ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്യണം. ബിയുടെയും സിയുടെയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് മറക്കരുത്. നമ്മുടെ മെറ്റീരിയലും അതുണ്ട്, അതും ട്രൈ ചെയ്യണം. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ചെയ്തതാണിത്. ഇതാണ്. ഓക്കെ ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ ഇതാണ് ചെയ്തത്. 4500 കിട്ടി. കണ്ടോ? 1500 കണ്ടോ? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? PAT 50 കറക്റ്റ് ആയിട്ട് കിട്ടി. ഇതുപോലെ ബാക്കി രണ്ടും ചെയ്യുക, ബിയും സിയും ചെയ്യുക. ലിവറേജ് കാണണമെന്നില്ല, അത് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് എഴുതിയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തും കൂടി നോക്കാം. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, EBIT ഉണ്ട്, ഇൻട്രസ്റ്റ്, PBT എല്ലാം തന്നിട്ടുണ്ട്. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ബൈ വാട്ട് പെർസെൻറ്റേജ് വിൽ ദ ടാക്സബിൾ ഇൻകം ഇൻക്രീസ് ഇഫ് EBIT ഇൻക്രീസ് ബൈ 6%. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കാണാനാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് EBIT 6% ചേഞ്ച് ചെയ്താൽ EBT എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അത് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടാൽ മതി. ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണ്? നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കണ്ടുവയ്ക്കാം. ഫിനാൻഷ്യൽ ലിവറേജ്, അടുത്ത ഓപ്പറേറ്റിംഗ് ലിവറേജ്, പിന്നെ ലാസ്റ്റ് വൺ എന്താ? വാട്ട് പെർസെൻറ്റേജ് വിൽ ദ ടാക്സബിൾ ഇൻകം ഇൻക്രീസ് ഇഫ് സെയിൽസ് ഇൻക്രീസ് ബൈ 6%. ഉണ്ടോ? സെയിൽസ് കൂടിയാൽ നമ്മുടെ ടാക്സബിൾ ഇൻകം ദാറ്റ് ഈസ് EBT എത്ര കൂടുന്ന. അപ്പോൾ അതെന്താ? കമ്പൈൻ ലിവറേജാണ് കാണണ്ടേ. ഓക്കെ, അപ്പോൾ അത് മൂന്നൊന്ന് കണ്ടുവച്ചേക്കാം. എന്നിട്ട് അതിലേക്ക് നേരെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലേ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1,40,000
ഡിവൈഡഡ് ബൈ EBIT 40,000. അതായത് 3.5 ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താ ഇക്വേഷൻ? EBIT ഡിവൈഡ് ബൈ EBT അല്ലെ? അത് എത്രയാ? 40,000 ഡിവൈഡഡ് ബൈ 35,000. ദാറ്റ് ഈസ് 1.142. ഓക്കെ. കമ്പൈൻഡ് ലിവറേജ് എന്താ ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. കോൺട്രിബ്യൂഷൻ എത്രയാ? 1,40,000 ഡിവൈഡഡ് ബൈ 35,000. എത്ര വരും? 4. അല്ലെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്താലും മതി. 3.5 ഇൻറ്റു 1.142. അപ്പോഴും നമുക്ക് 4 തന്നെ കിട്ടും. ഇനി നേരെ ഈസിയായി ഫിനാൻഷ്യൽ ലിവറേജ് ബൈ വാട്ട് പെർസെൻറ്റേജ് വിൽ ദ ടാക്സബിൾ ഇൻകം ഇൻക്രീസ് ഇഫ് EBIT ഇൻക്രീസ് ബൈ 6%. സോ EBIT 6% കൂടിയാൽ EBT എത്ര കൂടും? ടാക്സബിൾ ഇൻകം എത്ര കൂടുന്ന? എന്ത് ചെയ്താൽ മതി? ഇതിനെ ഫിനാൻഷ്യൽ ലിവറേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാ? 1.142 അല്ലേ? അപ്പൊ എന്ത് പറ്റും? 6 ഇൻറ്റു 1.142. ഓക്കെ, എത്ര വരും? 6.852%. ഇതിന്റെ മീനിങ് എന്താ? 6% ചേഞ്ച് ഇൻ EBIT വിൽ റിസൾട്ട് 6.852% increase in EBT. Okay, then സെയിൽസ് 10% ഇൻക്രീസ് ചെയ്യും. സെയിൽസ് 10% ഇൻക്രീസ് ചെയ്താൽ EBIT എത്ര ഇൻക്രീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് എന്തെടുക്കാം? ഓപ്പറേറ്റിംഗ് ലിവറേജ് എടുക്കാം അല്ലേ? 10 ഇൻറ്റു 3.5 ദാറ്റ് ഈസ് എത്ര വരും? 35%. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? 10% ചേഞ്ച് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് 35% ചേഞ്ച് ഇൻ EBIT. ഓക്കെ, ലാസ്റ്റ് വൺ എത്രയാ? നമ്മുടെ സെയിൽസ് എത്രയാ കൂടുന്നത്? 6% ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് 4 ദാറ്റ് ഈസ് എത്ര വരും? 24%. അതിന്റെ മീനിങ് എന്താ? 6% ഇൻക്രീസ് ഇൻ സെയിൽസ് വിൽ റിസൾട്ട് 24% ഇൻക്രീസ് ഇൻ ടാക്സബിൾ ഇൻകം ഓർ EBT. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. 6.8 ഉണ്ടോ? 6.8 ഓർ 9. അടുത്തത് എന്താണ്? ഇതാണ് അടുത്തത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 35%. അതിൻ്റെ അടുത്തത് 24%. ലാസ്റ്റ് വൺ 24%. ഓക്കെ, വേണമെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് നമ്മളുടെ മെറ്റീരിയലിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കണം, കംപ്ലീറ്റ് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ കഴിഞ്ഞു. ലിവറേജ് ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഈ യൂണിറ്റിൽ തന്നെ EBIT EPS അനാലിസിസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Vishwas, the best option for CA and CMA.